ഹായ് നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെന്നൈയിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. നാട്ടിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചൂട് കാലത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോൾ എങ്ങോട്ടാ പോവാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു നല്ലൊരു പേരാണ് കൊടങ്കി ലേക്ക്. ചെന്നൈയിൽ തന്നെയുള്ള, പ്രത്യേകിച്ചും ചെന്നൈ നഗരത്തിൻ്റെ ഒരു പ്രാന്ത പ്രദേശത്തുള്ളൊരു ലേക്കാണ്. നല്ല വെള്ളമൊക്കെയാണ് അവിടെ. അപ്പം നമുക്ക് ഈ ചൂട് കാലത്ത് കുട്ടികളെയൊക്കെ ഒത്ത് ഒരു ചില്ലാവാൻ പറ്റിയൊരു സ്ഥലമാണ് എന്ന് കേട്ടു. അപ്പോൾ അങ്ങനെ പോകാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. ഞങ്ങളിവിടെ അയനാവരത്തു നിന്നാണ് കേട്ടോ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. അയനാവരത്തു നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പറയുന്ന ലേക്കിലേക്ക്. ആ ലേക്കിലേക്ക് ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വന്തം കാറിൽ തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ അയനാവരത്തു നിന്ന് അമ്പത്തൂരിൽ നിന്ന് ട്രിച്ചി ഹൈവേയിലേക്ക് കയറി ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഫാമിലി ആയിട്ടുണ്ട്, വൈഫ്, കുട്ടികൾ എല്ലാവരും കൂടിയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നല്ല കാണാനൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഈ പച്ചപ്പ്, നമുക്ക് ഈ ചൂടത്ത് ഇങ്ങനെ പച്ചപ്പിലൂടെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ട്രിച്ചി ഹൈവേയിലൂടെയുള്ള യാത്ര. വളരെ നല്ല രസമുള്ള ഒരു യാത്രയാണ്. കാരണം നമുക്ക് നാട്ടിലൊക്കെ, പ്രത്യേകിച്ചും പാലക്കാടൊക്കെ കാണാവുന്ന തരത്തിലുള്ള ഇത്രയും പച്ചപ്പോട് കൂടിയിട്ടുള്ള ഈ നഗരത്തിനിടയിൽ കാണുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ട്രാഫിക് പൊതുവേ കുറവായിരുന്നു കേട്ടോ. കാരണം ഒഴിവ് ദിവസമായിരുന്നുകൊണ്ടാവാം ട്രാഫിക് പൊതുവെ കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനെ യാത്ര തുടരുന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം ട്രിച്ചി ഹൈവേയിൽ ഗുഡുവഞ്ചേരിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കഴിയുമ്പോൾ നെല്ലിക്കുപ്പം എന്ന് പറയുന്നൊരു സ്ഥലമെത്തും. നെല്ലിക്കുപ്പം ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് അവിടെ. വലിയൊരു ടൗൺഷിപ്പൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. അവിടെ നിന്നൊരു ഇടതുഭാഗത്തേക്ക് റോഡ് പോകുന്നുണ്ട്. ആ റോഡിന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ടേൺ ചെയ്ത് ചെറിയൊരു വഴി കാണാം. ചെറിയൊരു വഴിക്ക് ഏകദേശം ഒരു 2 വണ്ടികൾക്ക് പാസ് ചെയ്ത് പോകാവുന്ന ഒരു വഴിയാണ്. ആ ഭാഗത്തേക്കാണ് തിരിഞ്ഞത്. അപ്പം ഞങ്ങൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട് അവിടെ എത്താൻ. പിന്നീട് അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കടകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ ടേൺ ചെയ്തിട്ട് തന്നെ ഒരു ആക്കയുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ടാണ് പോയത്. ഇതാണ് നമ്മൾ സ്ഥലം. കാണുന്ന നമ്മുടെ മക്കളാൻസ് ആണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലം നല്ല പാർക്കിംഗ് ഏരിയ ആണ്, വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ്. ഒരുപാട് വണ്ടികളും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. തമിഴ്നാട് വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിലാണ് ഈ ലേക്ക്. ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലെ കെട്ടിയിട്ടുണ്ട്. നമുക്കത് കാണാം. ഇപ്പോൾ വീഡിയോയിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അവിടേക്ക് ഞങ്ങളിങ്ങനെ മെല്ലെ നടന്നു പോവുകയാണ്. ഇപ്പോൾ വെള്ളം പൊതുവേ കുറവാണ്, കുറച്ച് വെള്ളമേ ഉള്ളൂ. നമ്മളവിടെ കുറച്ച് മലയാളി കുട്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന കുട്ടികൾ ലേക്കിൽ കുളിച്ച് ആർമാദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ലേക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതപ്പോൾ ഡാം. ഈ കുറച്ചൊരു ജനുവരി മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡാമിന് മുകളിലൂടെ വെള്ളം അങ്ങനെ താഴേക്ക് വരും. ഈ കാണുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം ചെന്നൈയിലെ ഈ ചൂട് കാലത്തൊക്കെ കുട്ടികളൊക്കെ വന്ന് നീന്തൽ പഠിപ്പിക്കാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. അധികം ആഴമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് കുറച്ച് ദൂരം വരെയൊക്കെ പോകാം. ഇപ്പോൾ ആഴമില്ല. ഈ സ്ഥലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാകുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ മുൻപ് പല വീഡിയോകളിലും കണ്ടു. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ടും കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇത്രയും പിള്ളേരൊക്കെ വന്നിരിക്കുന്നത് മലയാളി പിള്ളേരാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ മീൻ പിടിക്കുന്നതൊക്കെ കാണാം. പിള്ളേർ അവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അവിടെ കുറച്ച് വെള്ളമുണ്ട്, കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. ഈ ലേക്കിൽ നിന്ന് അങ്ങോട്ട് വരുന്നതാണ്. ഏകദേശം ജനുവരി മാസം വരെ ഒക്കെ ആ പ്രദേശത്തേക്കൊക്കെ വെള്ളം വരും എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം നമ്മൾ കണ്ണെത്താത്ത ദൂരത്തോളം വെള്ളം ഇങ്ങനെ ഉണ്ട്. ഒരുപാട് ദൂരമാണ്. ചിലർ കാറൊക്കെ അവിടെ ഇട്ട് കഴുകുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ, വേറൊരു സൈഡിൽ കൂടെ കാറൊക്കെ നമുക്ക് ഈ ലേക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം നല്ല ഉറപ്പുള്ള മണ്ണൊക്കെയാണ്. അതുകൊണ്ട് കാർ അങ്ങനെ താഴ്ന്നു പോകുമൊന്നുമില്ല. ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട്, നീന്തുന്നുണ്ട്. ഞങ്ങൾ അധികം ഉള്ളിലേക്ക് പോയില്ല. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചു. എന്നിട്ട് 1 മണിക്കൂറോളം ഇവിടെ യൂസ് ചെയ്തു.
നല്ല രസമായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഈ കുളത്തിലൊക്കെ കുളിച്ച് ശീലിച്ച ആളുകൾക്ക് ചെന്നൈയിൽ റൂമിൽ ചെറിയൊരു കുളിമുറിയിൽ കുളിച്ച് കുട്ടികൾക്കൊക്കെ ഒരു അനുഭവമായിരുന്നു, പുതിയൊരു അനുഭവമായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ലേക്ക് ആസ്വദിച്ചത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. നമുക്ക് ഈ വെള്ളം ഇതൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഇത് തോന്നുന്നില്ലേ. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ എനിക്ക് തോന്നുന്നത് ഒരു ഡിസംബർ ജനുവരി ഒക്കെ വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാവില്ല. നമ്മൾ ഈ കാണുന്ന മണൽ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല രസമായിരിക്കും, കുറച്ചും കൂടെ കുളിർമയുണ്ടാവും. ഇങ്ങോട്ട് വരുന്ന വഴിയൊന്നും അധികം കടകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ മുൻപ് കുറച്ച് വെള്ളമൊക്കെ ഈ പ്രദേശത്ത് കടകളോ മറ്റ് സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ കയ്യിൽ കരുതിയാൽ നല്ലതാണ്. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം, നമുക്ക് വളരെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു യാത്ര വളരെ ആസ്വദിച്ചു. കാരണം നമ്മുടെ നാട്ടിലെ ഒരു പ്രതീതി വരുന്ന വഴിയൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടല്ലോ. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രദേശത്തേക്ക് വരുന്ന സ്ഥലം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. സ്ത്രീകൾക്കൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പം ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാവരും കുളിക്കും, വെള്ളത്തിലിറങ്ങി കഴിയും. പക്ഷേ ഡ്രസ്സ് തിരിച്ച് മാറ്റണമെങ്കിലൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്. അതിനുള്ള പറ്റിയ സൗകര്യങ്ങളൊന്നും ഈ പ്രദേശത്ത് കണ്ടില്ല. അപ്പം എന്തായാലും നമ്മളെ ചെറിയ മോനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചു വരുന്ന ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഇതിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡുകളാണ്. വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, ഒരുപാട് ആളുകൾ കളിക്കുന്നതൊക്കെ കാണാൻ കഴിയും. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം, പുതിയൊരു അനുഭവം. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ പ്രദേശത്ത് വരണം. ഇവിടേക്ക് പോകുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടുതൽ ഫോട്ടോസ് കൊടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സന്ദർശിക്കണം. ചെന്നൈയിൽ എത്തുന്നവരും വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിലും ചെന്നൈയിൽ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടേക്ക് വരുന്ന സാമ്പത്തിക ചിലവ് മാത്രമേ ഉള്ളൂ, വേറെ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല പാർക്കിംഗ് ഉണ്ട്, ആസ്വദിക്കാവുന്ന ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയമൊക്കെ വെള്ളത്തിൽ ചില്ലാവാനൊക്കെ ആസ്വദിക്കാവുന്നൊരു സ്ഥലമാണ്. പുതിയൊരു വീഡിയോ, അടുത്ത സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുന്നവരേക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.